കയ്യാണ് കിട്ടും. കുറെ ആൾക്കാർ ചായ അടിച്ചാണ്ടല്ലോ റായത്തിന് കൂറ്റാൻ ഒക്കെ നിസ്കാരത്തിലാ. എന്നാ പുറത്ത് അവരുമായിട്ട് അരമണിക്കൂർ സംസാരിച്ച തൊണ്ടക്കൊരു ഇടർച്ച പോലും ഉണ്ടാവില്ല. കൂറ്റനക്കൽ കൊണ്ട് ആ കൂറ്റനക്കുന്നത് ഒരു ശബ്ദമായിട്ട് ഒരു ഹർഫായിട്ട് ഇങ്ങോട്ട് മാറ്റിയാൽ, അതിനൊക്കെ ഇപ്പോൾ ഉപകരണം ഉണ്ടല്ലോ മാറ്റാൻ, ഹർഫായിട്ട് കൊണ്ട് മാറ്റിയാൽ അർത്ഥമില്ലാത്ത രണ്ട് ഹർഫ് രണ്ടുണ്ടാകുക 20 ഉണ്ടാവും. കൊര നിയന്ത്രിക്കാൻ കഴിയാത്ത കൊരയാണെങ്കിൽ അഫു ഉണ്ട് നോക്കാം. അതിനത് നിയന്ത്രിക്കാൻ കഴിയണതാണല്ലോ, പിന്നെ ഇങ്ങനെ അഫു ഉണ്ടാണ്. ഇമാമ് പോലും അടിപൊളി ഓത്തുവതാണ് ഇമാമ്. ഇമാമിന് തൊണ്ടക്കൊരു ഇടർച്ച വന്നു, അവനെ ഹറമിലെ ശൈലി തന്നെ കിട്ടുക, അല്ലെങ്കിൽ മദീനത്തെ ശൈലി. അപ്പൊ ചെറിയൊരു തൊണ്ടക്ക് തകരാറ്, മുണ്ടാൻ പറ്റൂല. മുണ്ടാതെ ഓതിയാലും നിസ്കാരം ശരിയാവും, നിസ്കാരത്തിന് കുഴപ്പമില്ല. പക്ഷെ ഈ തൊണ്ട അനക്കിയിട്ട് ആ ഓത്ത് റെഡിയാക്കിയാൽ നിസ്കാരം കൊണ്ട് ബാത്തിലാകും. തൊണ്ട അനക്കാൻ നിസ്കാരത്തിൽ ആകെ പറ്റുന്ന ഒരു സന്ദർഭത്തിലാണ്. തൊണ്ട അനക്കിയാലല്ലാതെ മഹ്റജ് കിട്ടൂല. ഉറക്കെ ഓതുമ്പോഴല്ല, പതുക്കെ ഓതുമ്പോ തൊണ്ട അനക്കി റെഡിയാക്കിയാലല്ലാതെ ആ അക്ഷരം മൊഴിയാൻ കഴിയൂല. എങ്കിൽ മാത്രമേ തൊണ്ട അനക്കാവൂ. അതങ്ങനെ അടിപൊളിയിൽ ഓതുമ്പോ ഇങ്ങനെ തൊണ്ടക്കൊരു ചെറിയ ഇടർച്ച, പഠിച്ചോനെ ബാക്കിലുള്ള ആൾക്കാരൊക്കെ എന്റെ ഓത്ത് മോശം റെഡിയാക്കി ആകെ പോയി. അപ്പൊ കയ്യേച്ച് വേറെ നിസ്കരിച്ചണം, അല്ലെങ്കിൽ മുഫാറക്കത്ത് ചെയ്ത് വാങ്ങി നിസ്കരിച്ചു പോകണം. തുറന്നിട്ട് വെറുതെ തൊടുകയാണ്, ഒരു കാര്യമില്ല. അപ്പൊ മനസ്സിലാക്കുക ആള് ജാഹിലാണ്. ചെയ്യാൻ പറ്റില്ല. നമ്മള് ബാക്കിലെങ്ങാനും അബ്ദുസ്ഥാനെ പോലത്തെ ആൾക്കാർ താഴാനും അബ്ദുസ്ഥാൻ അള്ളാഹു ആഫിദ് ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഒറ്റ കൊട്ടുവരും, പിന്നെ ഇമാമും ഉണ്ടാവില്ല മമ്മൂം ഉണ്ടാവില്ല. അവിടെ എന്റെ അഭിപ്രായം അങ്ങനെ ഒരു കൊട്ടണം, അപ്പോഴേ പഠിക്കുള്ളൂ. മസ്അലക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണ്ടേ. നിസ്കാരം എന്ന് പറഞ്ഞാൽ മസ്അലക്കനുസരിച്ച് ചെയ്യണം. ഇങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പറ്റില്ല, ഒരു മാർഗം തെറ്റാൻ പറ്റില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. മുബത്തിലാത്ത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, കുറച്ചൊന്നല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നിസ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന രീതിയിലുള്ള ചിന്ത, അത് വളരെ കൂടുതലാണെന്ന്. അതിനാണ് അള്ളാഹുക്ക് സഹായിച്ച് നമ്മളെ കയ്യിലുള്ള ഉപകരണം മൊബൈൽ. അതൊന്ന് റിങ് ചെയ്താൽ അപ്പൊ പോയി മനസ്സ് എങ്ങോട്ടാ മനസ്സ് പോകണറിയാം. അതിന്റെ ഉള്ളിലുള്ള ആ ആളുകളുടെ അക്കൗണ്ടിലേക്ക് പഠിച്ചവൻ ആരായിരിക്കും. ഒരാഴ്ചക്ക് വിളിക്കാൻ തന്നിരുന്നു, ഒരു 10,000 റുപ്യന്റെ ചെറിയൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അയാളാകുമോ? ഇന്നലെ വിളിച്ചിരുന്ന ഒരാള്, പക്ഷെ അയാൾ വിളിച്ചിട്ട് ഫോൺ പെട്ടെന്ന് നിർത്തി ഞങ്ങൾ ശോഭിക്കുന്ന ആൾ, അയാളാകുമോ? ആരെല്ലാം ആ ചെറിയ ഉപകരണത്തിന്റെ ഉള്ളിൽ എത്ര പേരുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ അവരിലേക്കൊക്കെ ഒന്നും അറിയാം. എന്നാ അതൊന്നും അപ്പുറത്ത് ഓഫാക്കി വെക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. ഇപ്പൊ ആരും പള്ളിക്കൽ എഴുതാതായി, കാരണം എഴുതിയിട്ട് വെറുതെ ആ ചുമരന്തിനാ നാശാക്കുന്നത്. മുമ്പൊക്കെ പള്ളിയിൽ കയറുമ്പോൾ ഉണ്ടായിരുന്നു മൊബൈൽ ഓഫാക്കാന്ന്, പിന്നെ ആൾക്കാർ എഴുതാതായി. എഴുതി ആ സ്ഥലം വെറുതെ ഒന്ന് ഇതായി പോയില്ലേ, വേറൊന്നും എഴുതാൻ പറ്റാതെ എഴുതാന്നായി അല്ലേ. ചില പള്ളിയിലൊക്കെ അല്ലേ ഓഫാക്കാം. ഇവിടെ നിസ്കാരം ശരിയാകണമെങ്കിൽ അതിന് പ്രധാനമായിട്ടും ആ നിസ്കാരത്തിന്റെ മുമ്പ് നിർവഹിക്കുന്ന ഉളു ശരിയാകണ്ടേ. അതിന്റെ കാര്യം പറഞ്ഞാലോ മഹാ അത്ഭുതം. അപ്പൊ നിസ്കാരത്തിന്റെ ഷർത്തുകൾ, നിസ്കാരത്തിൽ പരിഗണിക്കേണ്ട ഷർത്തുകൾ മൊത്തം ശരിയാകണം. നിസ്കരിക്കുന്നുണ്ട്, നോക്കുമ്പോ നിസ്കാരമൊക്കെ റെഡിയായി നടക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ മുസല്ല കൊണ്ടുവരുന്ന ആൾക്ക് മുസല്ല കൊണ്ടുവന്നിട്ടുണ്ട്. ആ മുസല്ലയുടെ നേരെ മുൻഭാഗത്ത് സുജൂദിന്റെ ഭാഗത്ത് തന്നെ 1-ാം നമ്പർ ഒരു പാറ്റിന്റെ ചിറക ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. പാറ്റ ചെറുകിനൊന്നും അഫു ഇല്ല. അഫു ഉണ്ടാകണമെങ്കിൽ ജനുദി മഖ്ദൂം തങ്ങൾ പറഞ്ഞ പോലെ ഇതാ അമ്മത്തിൽ ബൽവാബിഹി, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അത്രയും വ്യാപിക്കണം. ഒരു പാറ്റുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാ? അത് അശ്രദ്ധയാണ്, നജസിലാണ് സംസ്കരിക്കുന്നത്. പിന്നെ വേറൊരു മുസല്ല, അതൊക്കെ നമ്മൾ കണ്ടതാ. ഇപ്പൊ ഇതിനോട് കാണാൻ പറ്റിയൊരു അള്ളാഹു തന്നൊരു സഹായമാണ് ലോക്ക്ഡൌൺ കൊണ്ട്. എത്ര ചീത്തറുണ്ടെന്ന് പറയും, ഇതെല്ലാം പറഞ്ഞു. അള്ളാഹു ഓർക്ക് പൊരുത്തപ്പെട്ടാലും ശരി, പൊരുത്തപ്പെട്ടാലും ശരി, ഇതൊന്നുമില്ല. ഓല് സ്വീകരിച്ചാലും ശരി, സ്വീകരിച്ചാലും ശരി. ഇത് എവിടുന്ന് ഓർത്തുകൊണ്ടാണ് മുസല്ല. ഒറ്റ മുസല്ല ഇവിടുന്ന് പള്ളിയിലാ കൊണ്ടുതന്നെ. ആ മുസല്ലയിൽ മുഴുവൻ, ഞാൻ ആ പുരയിൽ ഒറ്റ മണ്ണാശ്ശേരി ഉണ്ടാവില്ല, മുഴുവൻ അതിലുണ്ട്, മാറാമിലെ മുഴുവൻ. നജസല്ലേ, എങ്ങനെ ശരിയാകാനാ? വിട്ടുവീഴ്ചല്ലേ ഇതിന്. ഓന് സംഗതി ഓന്റെ ആരോഗ്യം നോക്കുന്നത്, നിസ്കാരം ശരിയാണല്ലേ നോക്കണ്ടേ. ആ മുസല്ലയുടെ നേരെ മുന്നിൽ നല്ല ചുരുക്കുള്ള മുസല്ല,
പക്ഷേ എന്റെ നേരെ മുന്നിൽ സുജൂദിന്റെ മുന്നിലായുള്ള സ്ഥലത്ത് കെട്ടിപ്പിണഞ്ഞ് കിടക്കുക. എന്നിട്ട് അതാണ് നിസ്കരിക്കാൻ കൊണ്ടുവരുന്നത്. അങ്ങനെ എന്തെല്ലാം ആളുകൾക്ക് ഓട്ടമൊന്നൊരു പ്രശ്നമല്ല. ആളുകൾക്ക് ഓട്ടാന്ന് പറഞ്ഞാൽ ഇതേപോലെ വലിയ ഓട്ടൊക്കെ ഉണ്ടാണ്, എന്നാലേ പ്രശ്നമുള്ളൂ. തുണിയിൽ ഓട്ടുണ്ട്. ഉസ്താദെ ആരും നോക്കാന്നാ പോലെ എന്താ പ്രശ്നം? ഒരാൾ ചോദിക്കും നോക്കിയെങ്കിലല്ലേ പ്രശ്നമുള്ളൂ, ഓട്ടൊക്കെ നോക്കാതിരുന്നാ കുഴപ്പമില്ലല്ലോ. നമ്മള് പഠിച്ചവരായിട്ടുള്ളതല്ല, അവനെ കഴിച്ചിട്ട് നിസ്കരിച്ചാൽ പോരാ. ഓരും പഠിച്ചവനായിട്ടുള്ള ആരും നോക്കാത്തൊരു സ്ഥലത്ത് ആവശ്യമില്ലാതെ തന്നെ നഗ്നത വെളിവാക്കാൻ പാടില്ല എന്നല്ലേ ശരീഅത്തിന്റെ നിയമം? ഹറാമല്ലേ? ആവശ്യമില്ലാതെ നഗ്നത വെളിവാക്കാൻ പാടില്ലല്ലോ. Dry skin, how to step out? Damaged skin मतलब dryness in, moisture out. तो मैं चाहिए Skins BFF barrier. എന്നിട്ട് ഈ ഓട്ടമുള്ള തുണിയേറ്റ് ഞാൻ അങ്ങാടിക്ക് ഇറങ്ങുമ്പോഴോ നല്ല ഇസ്തിരിട്ട തുണിയേറ്റാ വരുന്നത്. നിസ്കരിക്കുമ്പോഴാണ് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കേണ്ടതെന്ന് അള്ളാഹു പറഞ്ഞു. യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. മനുഷ്യന്മാരെ, നിസ്കരിക്കുമ്പോൾ നല്ല വസ്ത്രം, നല്ല ഫ്രഷായ വസ്ത്രം, നല്ല വൃത്തിയുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കണം. കല്യാണത്തിന് പോയാൽ അവനെ കണ്ടാ കൈയെടുക്കാതെ പോരാൻ പറ്റില്ല. കാരണം അത്ര സ്ത്രീപൊട്ടിയോട് ഇപ്പോ ഇറങ്ങിയ സ്ത്രീപൊട്ടിയോടൊന്നും തന്നെ ചുളിവ് മാറൂല. ചുളിഞ്ഞ് ചുക്ക് എന്നാ പിന്നെ അതിനെ മണം അടുത്തുകൂടി പോകാനും പറ്റൂല. അതൊന്നല്ല നിസ്കാരം എന്ന് പറഞ്ഞാൽ യുഖീമൂന സ്വലാ എന്ന് പറഞ്ഞ നിസ്കാരം അതിന്റെ പവിത്രമായ ശൈലിയിൽ. ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോടൊക്കെ ഞാൻ പറയട്ടെ, നിസ്കാര കുപ്പായം ഒരിക്കലും മുസല്ലയിൽ ചുരുട്ടി വെക്കരുത്. ചുരുട്ടി വെക്കാൻ പാടില്ല. എന്താ കാരണം എന്നറിയാം? ആ മുസല്ല പിന്നെ നിസ്കരിക്കാൻ വേണ്ടി വേറെ ആള് തുറക്കുമ്പോ അയാൾ കുറെ സഹിക്കണം. അത് ശരീരത്തിലണിഞ്ഞ വിയർപ്പുകൾ തുള്ളികളൊക്കെ അതിൽ തട്ടിയിട്ടുണ്ടാവും. പിന്നെ മാത്രല്ല, ഇത് ഈ നിസ്കാര കുപ്പായം കണ്ടാൽ തന്നെ നിസ്കരിക്കാൻ തോന്നൂല. ഞാൻ ആദ്യം ചുരുണ്ട് മടങ്ങി ആകെ തലക്കിണറയിലും കൂടി തലയിണന്റെ ഉള്ളിലും കൂടി അങ്ങനെ ഉണ്ടാവില്ല. അത് വൃത്തിയായിട്ട് ഹാങ്ങറിൽ തൂക്കിയിടണം. ഒരു നിസ്കാര കുപ്പായം പോരാ, ഒന്നിലധികം നിസ്കാര കുപ്പായങ്ങൾ വേണം. ഇടക്കിടക്ക് അത് അലക്കി പൗഡർ മുക്കി ഇസ്തിരി ഇടണം. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. നാളെ ഒരു സ്ഥലത്ത് വണ്ടി ഇറങ്ങി, അങ്ങനെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള സ്ഥലമാണ്. നമ്മളെ കൂടെയുള്ള സഹോദരിമാർ നിസ്കരിച്ച് ഇറങ്ങിയപ്പോൾ വേറൊരു പെണ്ണ് നിസ്കരിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ ആകെ അജബായി പോയി. നിസ്കരിക്കാൻ ഒറ്റ നിസ്കാരം, ഒരു പർദ്ദ ഇട്ടുണ്ട് നിസ്കാരം. ആ പർദ്ദ റുക്കു സുജൂദിലേക്ക് പോകുമ്പോ കാലൊക്കെ വെളിവാകുന്നുണ്ട്. അപ്പോ ഇത് അങ്ങനൊക്കെ മതി, യാത്രയിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആരോടത് പറഞ്ഞു കൊടുക്കണ്ടേ? എന്നാ പിന്നെ ആ പർദ്ദന്റെ കഫോ സെമിഅല്ലാഹു ലിമൻ ഹമിദ പറയുകയാണെങ്കിൽ ഇതുവരെ കക്ഷം വരെ ശരിക്ക് കാണാം, എത്ര വലുപ്പുണ്ടെന്നും എത്ര ചുരുക്കുണ്ടെന്നൊക്കെ. ആ രൂപത്തിൽ വ്യാസണ്ടതിന് അങ്ങനത്തെ നിസ്കാര കുപ്പാകുമ്പോഴോ നമ്മളെ ഉമ്മമാരവിടെ ടൈറ്റ് ചെയ്യും, പിന്നെ കൊണ്ടോ മറ്റോ കുത്തിയിട്ട്. എത്ര ശ്രദ്ധിക്കാനുണ്ട്. നിസ്കാര കുപ്പായം ധരിച്ചിട്ടുണ്ട്, മുടിയൊരു ഭാഗത്തൂടെ അങ്ങനെ കാണുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. ഇത് കാര്യമുണ്ട്. നിസ്കാര കുപ്പായം കിട്ടുന്നു, കഴുത്തങ്ങനെ മട്ടത്തിൽ കാണുന്നുണ്ട്. മറക്കേണ്ട ഇതൊക്കെ മറച്ചെങ്കിലല്ലേ ഷർത്ത് പൂർത്തിയാവുള്ളൂ. അപ്പോ യുഖീമൂന സ്വലാൻ അല്ലാഹു തആല വെറുതെ പറഞ്ഞതല്ല, അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കുന്നവർ. നിസ്കാരത്തിൽ ഇന്ന് 90% ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധം തുമനീനത്തിന്റെ കുറവാണ്. അതുകൊണ്ടാണ് തുമനീനത്ത്, ഇബ്നു ഹജർ തങ്ങളൊക്കെ തുമനീനത്ത് ഒരു ഫർളായി വേറെ എണ്ണി. നിസ്കാരത്തിന്റെ ഫർള് 17. ഈ തുമനീനത്ത് അങ്ങനെയാണ് പരിഗണിക്കട്ടെ നിർത്തിയിട്ട് ഒരു ഫർളായിട്ട് തന്നെ വേറെ എണ്ണിയതാ. ബാക്കിയുള്ള കിതാബുകളിലൊക്കെ 14, 13 എണ്ണിയത്. തുമനീനത്ത് അടങ്ങി താമസിക്കാന്നുള്ളത് ഇല്ലാത്തൊരു വിഷയമാണ്. ഒരാൾ നിസ്കരിക്കണമെന്ന് വീക്ഷിച്ചു നോക്കും. വാച്ചിലേക്ക് നോക്കണം, നിസ്കാരം വീക്ഷിക്കണം. എന്താണ് നിസ്കരിക്കുന്നത്? ലുഹ്റാ നിസ്കരിക്കുന്നത്, 4 റക്അത്തുള്ള ലുഹ്ർ. ആ 4 റക്അത്തുള്ള ലുഹ്റിൽ സുന്നത്തൊന്നും വേണ്ട, ഫർള് തന്നെ, ഫർള് മാത്രം ചെയ്താൽ മതി. 4 റക്അത്തുള്ള ലുഹ്ർ പരമാവധി സുന്നത്തുകളൊക്കെ ചുരുക്കി കഴിവിന്റെ പരമാവധി ചെറിയ സൂറത്തൊക്കെ ഓതി ഒന്ന് ലുഹ്ർ നിസ്കരിക്കാൻ ഏറ്റവും ചുരുങ്ങിയ ഒരു ടൈം ഒരു 7 മിനിറ്റ് വേണം. കാട്ടിക്കൂട്ടാനല്ല, അതിന് 1 മിനിറ്റ്. എന്നാ ഈ കുത്തി മറിഞ്ഞ് റെഡി ആയിട്ട് വരുമ്പോഴേക്കിന് 2 മിനിറ്റ് കൂടി ആയാലും അപ്പൊ സലാം അടക്കം വിട്ടുന്നുണ്ട്.
പിന്നെ നിസ്കരിക്കാൻ അറിയില്ല എന്നെങ്ങനെ തിരിയാന്നറിയോ? ഓൻ്റെ വാപ്പയും അമ്മയും മരിക്കുമ്പോൾ തിരിയും. ഉസ്താദ് നിങ്ങൾ നിസ്കരിച്ചോളി. അപ്പം എന്താ നീ നിസ്കരിച്ച? എനിക്കറിയില്ല. കുറച്ച് കഴിയുമ്പോഴുള്ളവരായി പറയാം, വാപ്പാക്ക് ഈ ലാസ്റ്റ് ഘട്ടത്തിലെങ്കിലും ഞാൻ വാപ്പാനെ സ്വീപ്പാക്കേണ്ടത്, ഇവരെ ഞാൻ സ്വീപ്പാക്കി, ഇന്ന് നിസ്കാരെങ്കിലും നല്ലൊക്കെ കിട്ടിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ പറയും, ഉസ്താദ് നിങ്ങൾ നിസ്കരിച്ചോളി. അല്ല നിങ്ങളെ വാപ്പാൻ്റെ അല്ലെങ്കിൽ നിസ്കരിക്കാണ് കൂടുതൽ നല്ലത്. കാരണം നിങ്ങളും വാപ്പിയും തമ്മിലുള്ള ബന്ധം ഏതായാലും എനിക്കില്ലല്ലോ. അല്ല, പാപ്പാക്കിൻ്റെ ഈ കാണുന്ന 3-4 സൊഫിൻ്റെ നിസ്കാരമൊന്നും വാപ്പാക്ക് വെറുതെ ആയി പോകണ്ട, നിങ്ങൾ നിസ്കരിച്ചോളി. അല്ല ഈ നിസ്കരിച്ചാൽ പറയും എനിക്കറിയില്ല ഉസ്താദേ. അറിയില്ല എന്ന അയാൾ കുട്ടി പറയുന്ന സത്യത്തിൽ അറിയില്ല എന്നുള്ളൊരു ബോധമെങ്കിലും ഉണ്ട് കരുതിയിട്ടാണ്. ആ ബോധം ഇല്ലാതെ കയറി നിസ്കരിക്കുന്ന പോലെ ഹാലെന്താ? ഒന്നാമത്തെ ഫർള് ഓക്കേതൊക്കെ തക്ബീർ കെട്ടിയിട്ട് ഫാത്തിഹ. സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ഫുള്ളായി ചൊല്ലാൻ അറിയാം, വളരെ അപൂർവ. പിന്നെ അതും കഴിഞ്ഞിട്ടൊരു സ്പെഷ്യൽ ദുആ, മയ്യത്തിനുള്ള ദുആ, അതും ഫുള്ളായിട്ട് ചൊല്ലാൻ അറിയാന്ന് പറഞ്ഞാൽ കുറവാണ്. ഫുള്ളായിട്ട് ചൊല്ലുന്നതും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് മാത്രം ആവർത്തിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമല്ലേ? ഒരുപാട് വ്യത്യാസം. പക്ഷെ ഇത് ചൊല്ലാൻ അറിയണ്ടേ? കറക്റ്റായിട്ട് അതിന്റെ സുന്നത്തുകളൊക്കെ പാലിച്ച് നിർവഹിക്കാൻ അറിയണ്ടേ? അപ്പൊ നിസ്കരിക്കാന്നല്ല അള്ളാഹു പറഞ്ഞത്, യുഖീമൂന സ്വലാ, നിസ്കാരം നിസ്കാരത്തിന്റെ രൂപത്തിൽ